Hi children, good morning everybody. All of you stand up, hold your hands, close your eyes, pray. God bless mommy, God bless daddy, and God bless everyone. Sit down. All of you take your book, textbook. എടുത്തോ എല്ലാവരും. പേജ് നമ്പർ 78. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങി. ഏതാണ്? കവർഗം. ക, ഖ, ഗ, ഘ, ങ. ക കരടി, ക കലം, ഖ മുഖം, ഖ നഖം, ഗ ഗണപതി, ഗ ഗദ, ഘ മേഘം, ഘ ഘടികാരം, ങ മൂങ്ങ, ങ മാങ്ങ, ക ഖ, ഗ ഘ ങ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അല്ല ഒന്നും കൂടി ആൻറ്റി പറഞ്ഞു തരണമെന്ന് മാത്രം. അടുത്തത് ചവർഗം. ചവർഗം ഏതക്ഷരത്തിലാണ് തുടങ്ങുക? ച. അതുകൊണ്ടാണ് ചവർഗം എന്ന് പറയണത്. ഉണ്ടോ? ച. പിന്നെ അതിൻ്റെ കട്ടി കൂടിയ രൂപം കട്ടി കുറഞ്ഞത് ഛ ഉറപ്പിച്ച്, ജ പതുക്കെ. അതാണ് ഒക്കെ ചായയുടെ ശബ്ദങ്ങളായതുകൊണ്ടാണ് ചവർഗം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം എല്ലാവരും പറയാ ച, ഛ, ജ, ഝ, ഞ. ച ചർക്ക, ചക്ക. ഝ ഛായ, ഛത്രം. ജ ജനൽ, പൂജ. ഝ ഝാൻസി റാണി, ഝഷം. ഞ ഞാഞ്ഞൂൽ, ഞണ്ട്. ച ഛ, ജ ഝ ഞ. ഇനി നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ടവർഗം. കവർഗം കഴിഞ്ഞു, ചവർഗം കഴിഞ്ഞു, ടവർഗം. ടവർഗം ത, ഠ, ദ, ധ, ണ. പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ആൻറ്റി പഠിപ്പിച്ചു നിങ്ങൾക്ക്. ത കുടം, കുട. ഢ പീഠം, മിഠായി. ഡ ഗരുഡൻ, ഡപ്പി. ധ ധാലം, ധക്ക. ണ അരണ, വീണ. ട ഠ ഡ ഢ ണ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേ? കവർഗം, ചവർഗം, ടവർഗം. അത്രയും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഏതക്ഷരം നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ആദ്യം തൊട്ട് എഴുതാൻ പോകണം കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതണത് കേട്ടോ. എല്ലാ അക്ഷരങ്ങളും ഒരു പ്രാവശ്യം ആൻറ്റി എഴുതി കാണിച്ചത്. എല്ലാവരും ഉറക്കെ പറയാം. റ, ര, ത, ന, വ, പ, ദ. കണ്ടോ? ഇനി ഏതാ പഠിച്ചത്? ദാ പഠിച്ചു കഴിഞ്ഞിട്ട് ഏതക്ഷരം നമ്മൾ പഠിക്കുക? ആ. ആ അറിയില്ല എല്ലാവർക്കും എഴുതാൻ? ആ കഴിഞ്ഞാൽ ആ. ഈ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? അതിന് എഴുതാന്നറിയില്ല എല്ലാവർക്കും? ആ ഈ കഴിഞ്ഞാൽ ഈ. മനസ്സിലായ? ആ ഉറക്കെ പറയൂ. ആ. ഈ. അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോണതാണ് ഉ. ഊ എങ്ങനെ എഴുതാൻ നോക്കൂ. ആദ്യം ഇവിടെ കാണിച്ചു തരാൻ.
ഈ പഠിച്ചു കഴിഞ്ഞവർക്ക് ഊ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? ചെറിയ റാ എഴുതി, കണ്ടോ, വലിയ റാ എഴുതി, അതേപോലെ ഈ വളച്ച പോലെ വളച്ചു. ഇപ്പൊ എന്തായി? ഊ. എളുപ്പല്ലേ? ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ചെറിയ റാ എഴുതുക, വലിയ റാ എഴുതുക, ഇതിന്റെ അടുത്തു കൂടെ പോയിട്ട് വളയ്ക്കണം. അപ്പൊ നമ്മൾ ഈ 2 ലൈനിൽ എഴുതുമ്പോ എങ്ങനെ എഴുതാ നോക്കൂ. ഇതാ ചെറിയ റാ ഈ താഴത്തെ ലൈനിൽ നിന്ന് എഴുതണം കേട്ടോ. ഈ ഒക്കെ എഴുതിയ പോലെ ഉണ്ടോ. ഇതാ വലിയ റാന്ന് എഴുതി ഇവിടെ എത്തി ഇങ്ങനെ വളച്ചു. കണ്ടോ ഊന്ന്? എളുപ്പല്ലേ എഴുതാൻ? ഇനിയോ ഊ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? ഊ. ഊ പഠിച്ചവർക്ക് ഊ എളുപ്പാവില്ലേ? കാരണം ഇതാ ഈ അടയാളം നിങ്ങൾ ഈക്കൊരു അടയാളം പഠിച്ചില്ലേ? അത് ഊന്ന് എഴുതിയതിന്റെ അടുത്തിട്ടാൽ ഊന്നായി. മനസ്സിലായോ? ഇപ്പൊ ഊ പഠിച്ചു. ഇനി ഊ. ഊ എങ്ങനെയാണ്? ഇതേപോലെ റാന്ന് എഴുതി, ചെറിയ റാ വലിയ റാ എഴുതി, അതിനുശേഷം കൊച്ചു ഞാൻ എഴുതി വളച്ചു. കണ്ടോ? ഊ. പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഇതാ ചെറിയ റാ എഴുതി, വലിയ റാ എഴുതി വളച്ച്, ചെറിയ ഞാൻ എഴുതിയിട്ട് വളച്ചു. അപ്പൊ എന്തായി? ഊ. ഇവിടെ എങ്ങനെ എഴുതാ നോക്കൂ. ഇതാ ചെറിയ റാ എഴുതി, വലിയ റാ എഴുതി, ഈ വരയുമ്പ മുട്ടിച്ച് ഇങ്ങനെ വളച്ചു. അതിനുശേഷം കൊച്ചു ഞാൻ എഴുതിയിട്ട് വളച്ചു. കണ്ടോ? നിങ്ങൾ സ്ലേറ്റിൽ എഴുതി പഠിക്കുകയാണെങ്കിലും ഇതേപോലെ 2 ലൈൻ വരച്ച് തരാൻ പറയണം അമ്മമാരോട്. എന്നിട്ട് എഴുതി പഠിക്കണം. ഇല്ലെങ്കിൽ അത് എഴുതുന്നത് ശരിയാവില്ല കേട്ടോ. അപ്പൊ സ്ലേറ്റിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ആ കോപ്പി ബുക്കില്ലേ നിങ്ങളുടെ, അത് എഴുതണം. അക്ഷരരീതി എഴുതണം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ ആ ഇ ഈ ഉ ഊ വരെ പഠിക്കാം. ഇനി നമുക്കിന്നൊരു പാട്ട് പഠിക്കാം. ഏതാണ്? ഏത് പാട്ടാ പഠിക്കുക? കട്ടുറുമ്പിന്റെ പാട്ട്. കട്ടുറുമ്പിനെ കണ്ടിട്ടുണ്ട് എല്ലാവരും? നല്ല കടി കടിക്കും ഇല്ലേ? നല്ല വേദനയുണ്ട് കട്ടുറുമ്പ് കടിച്ചത്. ആ പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. കട്ടുറുമ്പിന്റെ പാട്ട്. കട്ടുറുമ്പിന്റെ കാത് കുത്തിന് പാടൂ. കാട്ടിലെന്തൊരു മേളാങ്കം, നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു, കേട്ടവരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു, വിറകുമായി ആനയും വന്നു, വെച്ചു വിളമ്പാൻ ഈച്ചയും വന്നു, വേവ് നോക്കാൻ പൂച്ചയും വന്നു. പരിപ്പു വെച്ചു പായസം വെച്ചു, പച്ചടി കിച്ചടി എല്ലാം വെച്ചു. എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി, എനിക്കു മാത്രം കിട്ടിയില്ല, എനിക്കു മാത്രം കിട്ടിയില്ല. ഇഷ്ടമായോ പാട്ട്? ഒന്നുകൂടി പാടിത്തരാം. കട്ടുറുമ്പിന്റെ കാത് കുത്തിന്, കാട്ടിലെന്തൊരു മേളാങ്കം, നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു, കേട്ടവരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു, വിറകുമായി ആനയും വന്നു, വച്ചു വിളമ്പാൻ ഈച്ചയും വന്നു, വേവ് നോക്കാൻ പൂച്ചയും വന്നു. പരിപ്പു വെച്ചു പായസം വെച്ചു, പച്ചടി കിച്ചടി എല്ലാം വെച്ചു. എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി, എനിക്കു മാത്രം കിട്ടിയില്ല, എനിക്കു മാത്രം കിട്ടിയില്ല. ഇഷ്ടമായി പാട്ടെല്ലാവർക്കും? എല്ലാവരും ഇതൊക്കെ എഴുതണം, ആൻറ്റിക്ക് അയച്ചു തരണം. ഈ പാട്ട് പഠിച്ച് അതും പാടിയിട്ട് ആൻറ്റിക്ക് അയച്ചു തരണം. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓൾ ഓഫ് യു സ്റ്റാൻഡ്. സേ താങ്ക് യു ആൻറ്റി. താങ്ക് യു ചിൽഡ്രൻ. ബൈ.